ഇന്ന് നമ്മൾ ഫോറക്സിൻ്റെ ഒരു ഫ്രീ ട്രേഡിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണിത്. കാരണം നമ്മൾ എന്താ പറയുക, ഫോറക്സിനോട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ നമുക്കൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്, സിമ്പിളായ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ട്രേഡ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇമോഷൻ കൺട്രോൾ, ഡിസിപ്ലിൻ, ട്രേഡിംഗ് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബേസിക് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബിഗിനേഴ്സ് ട്രേഡിങ്ങിലോട്ട് വരുന്നവർ എപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് മണി ആയിരിക്കരുത്, അല്ലെങ്കിൽ എന്താ പ്രോഫിറ്റ് ആയിരിക്കരുത്. അവരുടെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ്സിൽ ബിലീവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റിൻ്റെ പോയിന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ എന്താ നോക്കേണ്ട കാര്യം. അല്ലാണ്ട് നമ്മൾ മണിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ വലിയ രീതിയിൽ റിസ്ക് ചെയ്യുകയോ എന്തിന് ആ ഒരു രീതിയിൽ ലോസിലോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇനീഷ്യലി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഡബിൾ ആക്കുക, അങ്ങനെ ഡബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നൊരു കൺസിസ്റ്റൻറ്റിലോട്ട്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോകുന്നത്. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു പ്രാക്ടിക്കലായ കാര്യമല്ല. പക്ഷെ നമുക്ക് 1-2 മാസം നമുക്ക് പ്രോഫിറ്റ് വരികയും, പക്ഷെ പിന്നെ എന്ത് സംഭവിക്കും, വീണ്ടും മൊത്തം നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങളുടെ പ്രോസസ്സിൽ ബിലീവ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ബിലീവ് ചെയ്യുക, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്രം എന്ത് ചെയ്യുക, ഒരു 6 to 1 or 2 years എന്ത് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അങ്ങനെ മുന്നോട്ട് പോയി എന്ത് ചെയ്യുക, നിങ്ങളൊരു ലെവലിൽ എത്തുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് വരും. അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ചെറിയ രീതിയിൽ റിസ്ക് ചെയ്യുക, വലിയ രീതിയിൽ റിസ്ക് ചെയ്യാണ്ട് നിങ്ങൾ ട്രേഡിൽ എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ റിസ്ക് ചെയ്തിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്തൊരു നെക്സ്റ്റ് ഒരു തിങ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയ തിങ് എന്ന് പറയുന്നത്, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, നിങ്ങളുടെ എൻട്രിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും, അതുപോലെ തന്നെ നിങ്ങളെടുത്ത ട്രേഡിൽ ബിലീവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അതിൽ ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വലിയ രീതിയിൽ നേട്ടം നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും ബിൽഡ് ചെയ്തേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ട്രേഡിങ് ഹറി ആയിട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും എന്ത് ചെയ്യുക, നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തുകൊണ്ട് എൻട്രിയിലൂടെ എപ്പോഴും നമ്മൾ സമയം. കാരണം ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ പേഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ, ആ ഒരു രീതിയിൽ ലോസ് വരികയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഹോൾഡ് ചെയ്ത ട്രേഡ് അല്ല പെട്ടെന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുന്ന ആ സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്താ നിങ്ങളെടുത്ത എൻട്രി, നിങ്ങൾ എടുത്തതിന് ശേഷം എൻട്രി സ്റ്റോപ്പ് ലോസിൽ ഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏർലി എൻട്രി ആയിരിക്കും എടുക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ട്രേഡിങ്ങിൽ മനസ്സിലാവുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് തന്നെയാണ്. കാരണം പേഷ്യൻസ് മാക്സിമം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക, മാർക്കറ്റിനെ എന്ത് ചെയ്യുക, ആ ഒരു നമ്മുടെ ഇമോഷനെ ന്യൂട്രൽ ബേസിൽ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒന്നുകൂടി കൺഫർമേഷൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യമാണ്. കാരണം നിങ്ങളൊരു ട്രേഡ് എടുക്കുകയും ആ ട്രേഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ഇമോഷൻ കൺട്രോൾ പോയി നമ്മളെന്ത് ഓവർ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഡിസിപ്ലിൻ എന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ആദ്യം ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങളുടെ റൂൾസൊക്കെ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഈ റൂൾസൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങളൊരു ട്രേഡിലോട്ട് പോകുമ്പോൾ ഈ റൂൾസൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ടിക്ക് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10-20 ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ നിങ്ങളിൽ തന്നെ ഒരു ഫ്രെയിം വർക്ക് ഡെവലപ്പ് ആവും. ആ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ട്രേഡിങ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യുക, ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ട് പറ്റും. കാരണം നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും എന്താണ്, ഓരോ കാര്യങ്ങൾ സ്ലോലിയാണ് എടുക്കുന്നത്. അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്കും എന്ത് അതൊരു ഹാബിറ്റായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ട്രേഡിങ്ങിലോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത ട്രേഡ്സും അതുപോലെ ജേർണൽസ് കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ കാണേണ്ട കാര്യം, അല്ലെങ്കിൽ ഇമോഷൻ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാണേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ ഗോൾഡിലാണ് ട്രേഡ് എടുക്കുന്നത്, ഏത് ടൈം ഫ്രെയിം ആണ്, ബാക്കി നമ്മൾ സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ ഏത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, താങ്ക് യു.